കഴിഞ്ഞ 4 ദിവസമായി വളരെ കൃത്യമായി എല്ലാവർക്കും ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കൂട്ടായി സാധിച്ചു. പക്ഷെ ഒരു കാരണവുമില്ലാതെ ഇന്നലെ DIG വന്ന് വളരെ മോശമായി വൈകാട് ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള സേവനങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അവരെ ആക്ഷേപിക്കുകയും അവരെ അപമാനിക്കുകയും ചെയ്യുന്ന ഒരു സംസാരമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്നലെ പ്രവർത്തകർ വൈകാടിൻ്റെ ഭക്ഷണ വിതരണം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി റിയാസിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു, ഭക്ഷണ വിതരണം ആവാമെന്ന്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണ വിതരണം വീണ്ടും തുടരുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. പക്ഷേ ഔദ്യോഗികമായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആവശ്യപ്പെട്ടാൽ നാളെ മുതൽ തന്നെ ഭക്ഷണ വിതരണം തുടരാനാണ് ഞങ്ങളുടെ തീരുമാനം. പക്ഷേ ഭക്ഷണം പാചകം ചെയ്ത് കൃത്യമായി എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു അനുമതി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പാസ് ഉൾപ്പെടെയുള്ള ഒരു അനുമതി സർക്കാർ നൽകുകയാണെങ്കിൽ നാളെ മുതൽ തന്നെ പഴയ പോലെ ഭക്ഷണ വിതരണം ആരംഭിക്കാൻ, ഭക്ഷണം പാചകം ചെയ്ത് എത്ര ആളുകളാണോ ആവശ്യമുള്ളത് അത്രയും ആളുകൾക്ക് ഭക്ഷണം പാചകം ചെയ്ത് വിതരണം ചെയ്യാൻ വൈറ്റ്ഗാർഡ് സന്നദ്ധമാണ് എന്നറിയിക്കുകയാണ്. ഭക്ഷണ വിതരണം നിർത്താനുള്ള യഥാർത്ഥ കാരണം എന്തായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ നേരത്തെ കരുതിയിരുന്നത് പോലീസ് ഏകപക്ഷീയമായി അങ്ങനെ ഏതെങ്കിലും പോലീസിന്റെ താല്പര്യമായിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമൊക്കെ മന്ത്രി തന്നെ നേരിട്ട് ഭക്ഷണത്തിൽ ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചപ്പോൾ ഞങ്ങൾക്ക് അതിനകത്ത് മന്ത്രിയുടെ അടക്കമുള്ള ഇടപെടൽ സംശയിക്കുകയാണ്. കാരണം ഭക്ഷണത്തിൽ ഈ 4 ദിവസമായിട്ട് ഒരാളും പരാതി ഉന്നയിച്ചിട്ടില്ല. മാത്രമല്ല കലക്ടറേറ്റിൽ നടക്കം വന്ന് പരിശോധന നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ കലക്ടറേറ്റിൽ നിന്ന് പാസ് വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത് കൃത്യമായ അനുമതിയോടുകൂടിയാണ് ഞങ്ങൾ ആരംഭിച്ചത്. സുപ്രഭാതത്തിൽ തുടങ്ങിയതല്ല. മാത്രമല്ല 4 ദിവസമായി ഭക്ഷണം കഴിച്ച ഒരാളും ഇത് സംബന്ധിച്ച് ഏതെങ്കിലും നിലക്കുള്ള ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ഇരിക്കെ മന്ത്രി തന്നെ നേരിട്ട് മാധ്യമങ്ങളോട് ഭക്ഷ്യസുരക്ഷയുടെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനകത്ത് അവർ അത് ചെയ്ത് സേവനങ്ങളെ വില കുറച്ച് കാണുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. പക്ഷേ ആ ആക്ഷേപങ്ങളൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല. യാതൊരു തരത്തിലുള്ള പ്രതിഷേധവും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല. ഞങ്ങളുടെ ഒരു വേദന പങ്കുവെക്കാണ്. എങ്കിൽ പോലും ഇപ്പോഴും ഇങ്ങനെയൊക്കെ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഔദ്യോഗികമായി ഭക്ഷണ വിതരണം, കാരണം ഇന്ന് രാവിലെയും ഇന്ന് ഉച്ചക്കൊക്കെ ഒട്ടേറെ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് ഉന്നയിച്ച് അവർക്ക് പഴകിയ ഭക്ഷണം കിട്ടിയെന്നുള്ള പരാതി ഉണ്ടായിട്ടുണ്ട്, ഭക്ഷണം സമയത്ത് കിട്ടിയില്ല എന്നുള്ള പരാതി ഉണ്ടായിട്ടുണ്ട്. ഈ 4 ദിവസം അത്തരം ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരാക്ഷേപവും ഒരാൾക്ക് ഉന്നയിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഭക്ഷണ വിതരണമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനിയും അത് തുടരാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. പക്ഷേ ഔദ്യോഗികമായി അക്കാര്യം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആവശ്യപ്പെടുകയും ഞങ്ങൾക്കതിനുള്ള രേഖാമൂലമുള്ള അനുമതി പാസും നൽകി ഭക്ഷണം അവിടെ ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും ഒക്കെ കൊണ്ടുപോയി കൊടുക്കാനുള്ള ഒരു അനുമതി കൂടി നൽകിയാൽ തീർച്ചയായും നാളെ മുതൽ തന്നെ പഴയ പോലെ അത് ആരംഭിക്കാൻ ഞങ്ങൾ തയ്യാറാണ്.